സാറേ, എൻ്റെ ഭർത്താവ് ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അവധിക്ക് വന്നപ്പോൾ ഞങ്ങൾ മൂക്കൊരു മാല മേടിച്ചായിരുന്നു. ഒക്കെയാണ് അനീഷിനെ എനിക്ക് പരിചയമുള്ളതുകൊണ്ടാണ് അങ്ങനെ മേടിച്ചത്. അപ്പോൾ മോശത്തിലായിട്ട് എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ പള്ളിയിലേക്ക് കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് പോകും. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവരാണ് പറഞ്ഞത് 3.5 പൗണ്ട് മാലയിൽ ശരിക്കും 1.5 പൗണ്ട് സ്വർണ്ണം ബാക്കി ഞാൻ ജോലിക്ക് ചെന്നപ്പോൾ അവർ വീട്ടിൽ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ എല്ലാം ശരിയാക്കി തരാം. ഞാൻ വീട്ടിൽ പോയി കുറേ കൊടുത്തൊരു സ്റ്റാഫ് എൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഞാൻ കൊടുത്തു. പിന്നെ മാനേജർ നമ്മൾ ബില്ല് വെക്കണേ. എനിക്ക് എന്താ അവരുടെ ഇടയിൽ ഞാൻ കണ്ടുപിടിക്കാനൊക്കെ പറഞ്ഞിരുന്നു. ആളുകൾക്ക് മനസ്സിലാവില്ല. അപ്പം എല്ലാവരും ഞാനിതൊക്കെ കള്ളിനെ പോലെ തള്ളിപ്പോയി ഈ വിവരമൊക്കെ പറയുന്നത് ഞാൻ രാവിലെ വക്കീലെടുത്തിരിക്കുമ്പോഴാണ് എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പറയണത് എന്നെ പോലീസ് വിളിച്ചുകൊണ്ടുപോയി ജോലിക്കാരൻ നല്ല പിടിക്കാനായിട്ട് പഠിക്കണേ. അവന് പരീക്ഷ എഴുതാനും പറ്റിയില്ല. എനിക്ക് വൈകുന്നേരം ഇന്ന് എൻ്റെ മോളെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യണം സാറേ. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് സഹായിക്കണം. എനിക്ക് എന്ത് ചെയ്യണം സത്യമായിട്ടും അറിയാൻ പാടില്ല. അനീഷിനൊന്ന് വിളിച്ചേ. അല്ല നമ്പർ ഒന്ന് എടുത്തേ. 9847072269. അനീഷ് അല്ലേ? ഇത് സൗത്ത് പോലീസ് സ്റ്റേഷൻ. HR ജ്വല്ലറിയുടെ നമ്പർ ഒന്ന് പറഞ്ഞേ. താനേതാ? അനീഷ് സാറ് വിളിപ്പിച്ചായിരുന്നു. എവിടെ ജോലി? ഇവിടെ രവിപുരത്ത് സാറേ, അക്ബർ ട്രാവൽസിന്റെ ഓഫീസിൽ. അക്ബർ ട്രാവൽസിന്റെ ഓഫീസിൽ രവിപുരത്ത്. അതിനു മുമ്പാ HRR ജ്വല്ലറിയിലായിരുന്നു. ഇതൊന്ന് നോക്കിയേ, അറിയുമെന്നോ? ഇത് കണ്ടിട്ടുണ്ടോ? ഉണ്ട് സാറേ. ഇത് ഇവരവിടുന്ന് വാങ്ങിയതാണോ? കഴിഞ്ഞ പ്രാവശ്യം ശ്രീകുമാരട്ടൻ ലീവിന് വന്നപ്പോൾ അവിടുന്ന് വാങ്ങിയതാ. അതാരാ ശ്രീകുമാർ? ചേച്ചിയുടെ ഹസ്ബൻഡാ സാറേ. എൻ്റെ ഹസ്ബൻഡ്. ഞാൻ നിർബന്ധിച്ചാണ് സാറേ അവരുടെ പർച്ചേസ് ചെയ്തത്. ഞാൻ തന്നെ ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത് കൊടുത്തത് സാറേ. അപ്പൊ താനാണ് ഇവർക്ക് ഈ പണി വാങ്ങിച്ചു കൊടുത്തത് അല്ലേ? അല്ല സാറേ, നമ്മൾ സാർ. എടോ, ഈ സ്വർണ്ണം ഒന്ന് തൂക്കണമല്ല. ആര് പോവും? ജെയിംസിന് വിടാം സാർ. അത്യാവശ്യമാണ്. ആ മഹേഷ് ജ്വല്ലറി പോയാൽ മതി. താൻ എത്ര നാൾ ജ്വല്ലറിയിൽ ജോലിക്കുണ്ടായിരുന്നു? ഞാൻ ഒരു 1.5 വർഷം ഉണ്ടായിരുന്നു സാറേ. ഡിസംബറിലാണ് ഇറങ്ങിയത്. അപ്പൊ തനിക്കറിയില്ലായിരുന്നോ അവന്മാരുടെ ഈ തരികട? അയ്യോ സാറേ, ഞാൻ ചേച്ചിയായിട്ട് എത്ര കാലത്തെ പരിചയം സാറേ. നമ്മളങ്ങനെയൊന്നും. അവന്റെ മൊഴി എടുക്ക്. സാർ സാർ ആ ജ്വല്ലറിയുടെ നമ്പർ അതിലുണ്ട്. വാ. ഹലോ, സൗത്ത് സ്റ്റേഷനിൽ SI ആ മാനേജർക്കൊന്ന് ഫോൺ കൊടുത്തേ. നിങ്ങളുടെ സ്ഥാപനത്തിനെതിരെ ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ടല്ലോ, ഒരു രാധാമണി. സാർ, ആ മാലയുടെ ഇഷ്യൂ ആണോ? അതെ അതെ, കേട്ടിടത്തോളം അതൊരു ജെന്യുവൻ കംപ്ലൈന്റ് ആണെന്ന് തോന്നണം. സാർ, അതൊരു ഫേക്ക് ഇഷ്യൂ ആണ്. അത് ഞങ്ങളുടെ പ്രൊഡക്റ്റ് അല്ല. അവരെ മറ്റൊരു. നിങ്ങളൊന്ന് പുറത്തിരുന്നേ. സോറി. ഹലോ ഹലോ സാർ. ഇഷ്യൂ ഫേക്ക് ആണോ അല്ലയോ എന്ന് താനാണ് തീരുമാനിക്കുന്നത്. കാര്യങ്ങൾ നല്ലോണം ബോധ്യപ്പെട്ടിട്ട് തന്നെ ഞാൻ വിളിക്കണത്. നീ കൂടുതൽ വർത്താനം പറഞ്ഞാൽ കോടതി കയറേണ്ടി വരും. അവരിവിടെ സ്റ്റേഷനിലുണ്ട്. നിങ്ങളുടെ ആരെങ്കിലും ഇങ്ങോട്ട് വിട്ട് ഇവിടെ വെച്ച് അങ്ങോട്ട് തീർത്തോ, ഇല്ലെങ്കിൽ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാകും. സാർ, ഒരു 10 മിനിറ്റ് ഇപ്പം തിരിച്ചു വിളിക്കാം. ശുദ്ധ തെമ്മാടിത്തര സാറേ ഇവർ കാണിച്ചിരിക്കുന്നത്. ഇതുവരുടെ സ്ഥിരം പരിപാടിയാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ CA സാർ ഇങ്ങനെ സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ അതൊരു പ്രശ്നമാണ്. സർ, തൂക്കത്തിൽ എഴുതിയിട്ടുണ്ട്. സ്വർണ്ണം 1.5 പവനേ ഉള്ളൂ, ബാക്കി മുഴുവൻ മെഴുകിൻ്റെ. സാർ, SI ആണ്. സാർ, ഞാൻ CA സാറായിട്ട് സംസാരിച്ചിരുന്നു. സാറിന്റെ കാര്യങ്ങളൊക്കെ കൺവിൻസ് ആയിട്ടുണ്ട്. CA സാർ സാറിനെ വിളിക്കും. സാറേ, ഞങ്ങൾക്കിവിടെ നല്ല പീക്ക് ടൈമാണ്. ഇപ്പോൾ ഒരാളെ അങ്ങോട്ട് അയക്കാന്ന് വെച്ചാൽ. നിങ്ങളോട് ഒരാളയക്കാൻ പറഞ്ഞത് CI അല്ല, SI ആണ്. മനസ്സിലായോ? ഇതാണോ സ്റ്റാർ പറഞ്ഞു പോയാ? തനിക്ക് അവിടെ പീക്ക് ടൈം ആണല്ലേ? ഇയാളും കൂടെ വരണ്ടോ? ഞാൻ അങ്ങോട്ട് വരാം. സാർ, എന്തായി? ഒന്ന് പുറത്തോട്ട് നിന്ന്. ആര് വിളിച്ചാലും ഞാനിവിടെ ഇല്ല. ശരി സാർ. ഹലോ. സാർ
സാറേ എസ് ഐ സാർ പുറത്തു വരികയല്ലോ സാറേ. ഒരു 10 മിനിറ്റായി. ശരി സാർ. CS സാറാ. താൻ പോയിക്കോ, ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും. ആ ശരി സാർ. തിരുവനന്തപുരം പെരൂർക്കട സ്റ്റേഷനിൽ ഇതേ ജ്വല്ലറിയുടെ പേരിൽ 2 കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫുൾ ഡീറ്റെയിൽ ഇങ്ങോട്ട് എടുത്തേ. ആ സർ. പെരൂർക്കട സ്റ്റേഷനിൽ SI ആരാ? ജോർജ് വർഗീസ്. 2 കേസിന്റെ ഫുൾ ഡീറ്റെയിൽ എനിക്ക് പെട്ടെന്ന് തന്നെ. എനിക്കത് കേട്ടിട്ട് ഒരു ജെന്യൻ കേസാന്നാ തോന്നുന്നത്. അമരാശ്രയിക്കിട്ട് പണി കൊടുത്ത് തന്നെയാണ്. അല്ല, നമ്മളിപ്പോ ഇവരെന്താ ചെയ്യാൻ പോകുന്നത്? എന്താ വേണ്ടത്? അവരടുത്ത് ഇങ്ങ് വരാൻ പറ, നോക്കാം. ആ അമ്മേ, ഞാൻ സ്റ്റേഷനിലാണ്. ഞാൻ അങ്ങോട്ട് വിളിക്കാം. സാറ് വിളിക്കുന്നു. ദിനേശേ, ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. സാർ, ഈ സ്വർണം അതവരുടെ അടുത്ത് കൊടുത്തേര്. ഈ ബില്ല് സൂക്ഷിച്ചു വെക്കണം. നമുക്ക് പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാക്കാം. ആര് ഫോൺ ചെയ്താലും എടുക്കണ്ട. നേരെ നിങ്ങൾ കോഫി ഓഫീസിലോട്ട്. എടി, ഞാനിവിടെ കടയിലെത്തി. ആളെ കാണാനില്ലല്ലോ. ഹലോ, ആ ഉണ്ടല്ലോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. രേണി ചേച്ചി പറഞ്ഞ ആളല്ലേ? ആ അതെ. ആ വാ. 2 മണിക്ക് വരുമെന്ന് പറഞ്ഞിട്ട്. ആ, എനിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ, ഞാൻ കണ്ടു അങ്ങോട്ട് വിളിക്കാം. രേണി ചേച്ചിയാ? ആ അതെ. ആ ചേട്ടാ, ശിവൻ ചേട്ടൻ പോയോ? സാറ് പോയോ? ആ, കാര്യം നടന്നാ പോരെ ശശി. സാറ് പ്രത്യേകം പറഞ്ഞിട്ടാ പോയത്. 40 അല്ലേ? അതെ. ആ, ഡോക്യുമെന്റ്സ് ചെക്ക്. എന്താ ഈട്? ഈടോ? ആ, പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തോന്നാ ചേട്ടാ ഇത്? ഞാൻ ഗ്യാരണ്ടി അല്ലേ, ചെറിയ ക്യാഷ് അല്ലേ, ഒരു ആശുപത്രി കേസാ. ചേട്ടൻ കാശ് കൊടുക്ക്. സാറ് പ്രത്യേകം പറഞ്ഞിട്ടാ പോയത്. ഈടില്ലാതെ ആർക്കും 5 പൈസ കൊടുക്കണ്ടെന്ന്. മുമ്പത്തെ പോലെ അല്ല ശശി. ഇപ്പം കാര്യങ്ങളൊക്കെ നിനക്കറിയാൻ മേലേ. എന്താ ഇപ്പൊ ഈട് വെക്കുന്നത്? വല്ല ഗോൾഡോ മറ്റോ? ഗോൾഡൊന്നും ഇല്ല. വണ്ടിയുടെ ബുക്കും പേപ്പറും ഇല്ലേ? ആ, വണ്ടിയുടെ ഉണ്ട്. ചേട്ടാ, വണ്ടിയുടെ ബുക്കും പേപ്പറും ധാരാളം. ഒന്നെടുത്തിട്ട് വേഗം വാ. രേണു, അത് കിട്ടിയിട്ടില്ല. അവര് ഈട് വേണമെന്ന് പറഞ്ഞു. ഞാൻ വണ്ടിയുടെ ബുക്കും പേപ്പർ എടുക്കാൻ പോണേണ്. 2 കോപ്പി. ഹലോ. ആ അമ്മ എനിക്കതല്ലാണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ല. അതിട്ടാണ്. ആ, 10 മിനിറ്റ്. ആ, ശശിയുടെ ഉത്തരവാദിത്തത്തിലാ കൊടുക്കുന്നേ. അതിപ്പോ പറയാണ്ട് ചേട്ടാ. അവസാനം എന്നെ ശശി ആക്കരുത്. ഇതേ ചേട്ടാ ബുക്ക്. ഓ, ആ ഇതാ മേടിച്ചോ. ചേട്ടാ, ഒരു പേപ്പർ എന്തെങ്കിലും ഉണ്ടോ? അതെ, പലിശ കൃത്യമായിട്ട് തന്നെ അടയ്ക്കണം. അത് സാറിന് നിർബന്ധമുള്ള ഒരു കാര്യം. അത് പിന്നെ പറയേണ്ട കാര്യമുണ്ട് ചേട്ടാ. ഒന്ന് പിടിച്ചേ. കോളാരാ? കാണിച്ചേ. അമ്മമ്മയാണ്. ഹലോ. ആ അമ്മ. ഹലോ മോളെ, ഇവിടെ ഹോസ്പിറ്റലുകാരിങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. ഇല്ലില്ല, ഞാനിപ്പോൾ എത്തും. ശരി ശരി. എന്താമ്മേ? അമ്മമാരെ കൊണ്ട് ഒരു സ്വസ്ഥതയില്ല. കാശിനും പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുക.